പലയിടങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തമായ ഒരു തേരോട്ടം നടത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നാഷണൽ കോൺഫറൻസ് ആണ് അതിൻ്റെ ശക്തി. ജമ്മു കാശ്മീരിലെങ്കിൽ ഹരിയാനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തമായ നിലപാട്, ഒപ്പം തന്നെ കർഷക സമരങ്ങളിൽ, ഗുസ്തി സമരത്തിൽ ഒക്കെ അഗ്നിവീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത നിലപാട് BJPയുടെ NDAയുടെ ഹരിയാന സങ്കല്പ പത്ര മറികടന്നുകൊണ്ടുള്ള വിധിയെഴുത്തിലേക്ക് നയിച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വാരിക്കോരി വാഗ്ദാനങ്ങളാണ് NDA വാഗ്ദാനം ചെയ്തത് അവസാന നിമിഷം. ഇത് 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഈ വാഗ്ദാനങ്ങൾക്ക് കഴിയില്ല. വാഗ്ദാനങ്ങൾ പോരാ എന്നതിൻ്റെ ഫലസൂചന കൂടിയല്ലേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ? തീർച്ചയായും BJPക്ക് നല്ല സൂചനകളല്ല എന്തായാലും 2 സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നത്. ഹരിയാനയിലാണെങ്കിൽ BJP വലിയ നിലയിൽ തോൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഏതായാലും എക്സിറ്റ് പോൾ പല സൂചനകൾ നൽകുന്നത്. ജമ്മു കാശ്മീരിലും പ്രതീക്ഷിച്ച പോലെ വലിയൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന സൂചനകൾ നമുക്ക് ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ജമ്മു മേഖലയിൽ 40 സീറ്റിലെങ്കിലും വിജയിച്ചാൽ മാത്രമേ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് BJPക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്ന പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും 30 വരെ സീറ്റാണ് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള പ്രവചനങ്ങളൊക്കെ തന്നെ പറയുന്നത്. പീപ്പിൾസ് പൾസ് ജമ്മു കാശ്മീരിന്റെ ഫലസൂചന കൂടി വരുന്നു. പക്ഷേ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിലേക്കെന്ന സൂചനയാണ് പീപ്പിൾസ് പൾസ് നൽകുന്നത്. 46 മുതൽ 50 സീറ്റുകൾ വരെ ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം നേടിയേക്കാം. BJP ആവട്ടെ പരമാവധി 27 സീറ്റുകളിൽ. അങ്ങനെയാണെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. BJP മോശമാക്കുന്നില്ല. അതായത് BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ബേസ് BJP നിലനിർത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിന്റെ പുറത്ത് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ നിയമനിർമ്മാണത്തിന് BJPക്ക് വോട്ട് നഷ്ടമാകുന്നില്ല, പക്ഷേ വോട്ട് കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കുക ഈ ജമ്മു റീജിയനിലുള്ള ഹിന്ദു പോപ്പുലേഷൻ എൻ ബ്ലോക്ക് ആയിട്ട് പിന്നെ BJPക്ക് അനുകൂലമായിട്ട് നിൽക്കും ബിക്കോസ് ഓഫ് ഈ പറയുന്ന ആന്റി മുസ്ലിം വികാരം വെച്ചിട്ട്. അങ്ങനെ വരണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാര്യം ആർട്ടിക്കിൾ 370യുടെ ഒരു പ്രത്യേകത, ഗുണഭോക്താക്കൾ ഹിന്ദുക്കൾ കൂടിയായിരുന്നു അവിടെ. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ആളുകൾക്ക് അവിടെ പോയി ജോലി എടുക്കാൻ കഴിയില്ല. 2, അവിടെ പോയി നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ കഴിയില്ല. കാരണം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക സംസ്ഥാന പദവി അനുസരിച്ച് അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ തൊഴിലെടുക്കാൻ കഴിയുള്ളൂ, അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ വ്യവസായം നടത്താൻ കഴിയുള്ളൂ, അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ ഭൂമി സ്വന്തമാക്കാൻ കഴിയുള്ളൂ. ഇതിന്റെ ഗുണഭോക്താക്കളായിരുന്നു ഹിന്ദു സമുദായവും അവിടെ. അതിപ്പോൾ ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടുകൂടി ആ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവര് ഈ പറയുന്ന BJPക്ക് അനുകൂലമായിട്ടല്ല കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ പറയുന്ന കാശ്മീർ റീജിയനിൽ ഒരു കാരണവശാലും ആഫ്റ്റർ ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തതിനു ശേഷം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും ഈ പറയുന്ന PDPക്കോ BJPക്കോ അനുകൂലമായിട്ട് അവിടെ വോട്ട് ചെയ്യില്ല. കാരണം അവിടെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് വരരുത് എന്നുള്ളതാണ് ഈ പറയുന്ന ഒമർ അബ്ദുള്ള ഏറ്റവും കൂടുതൽ ശക്തമായി ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഈ കാശ്മീർ റീജിയനിൽ റഷീദ് എഞ്ചിനീയർ അടക്കമുള്ള പാർട്ടിക്കാർ വലിയ രീതിയിൽ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരിക്കലും ഒരു ഫ്രാഗ്മെന്റഡ് വെർഡിക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് നിന്ന് വോട്ട് ചെയ്യണം. അത് നാഷണൽ കോൺഫറൻസിനും INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അനുകൂലമായി വോട്ട് ചെയ്യണം എന്നൊരു വലിയ ശക്തമായ പ്രചാരണം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് PDP പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. BJP കാശ്മീരിൽ പെർഫോം ചെയ്യില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ജമ്മുവിലെ കണക്ക് തന്നെ ഒപ്പിക്കാൻ അവർ പാടുപെടും. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം PDP നാഷണൽ കോൺഫറൻസിനോടൊപ്പം എത്തുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. സർവൈവലിന്റെ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ PDPയുടെ ഏറെക്കുറെ അവസാനത്തെ രാഷ്ട്രീയ പോരാട്ടമാണിത്. ഒരു നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന പാർട്ടി വീണ്ടും ഒരിക്കൽ കൂടി ശക്തിയാർജിച്ചിരിക്കുന്നു. PDP വളരെ സൈഡ് ലൈൻഡ് ആയിരിക്കുന്നു. ഒറ്റ കാരണത്താൽ BJPയുമായി അവർ സഖ്യം ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ. അപ്പം ഇനിയിപ്പോൾ BJPയുടെ കൂടെ എന്തായാലും PDPക്ക് പോകാൻ കഴിയില്ല. ഇനി അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുക. ഈ നാഷണൽ കോൺഫറൻസുമായി ഒരു സഖ്യം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം. മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കാമല്ലോ, അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാമല്ലോ. ആ രീതിയിൽ ഒരു ചേരി രൂപപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ 28 സീറ്റിൽ നിന്നാണ് PDP ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്ക് പ്രകാരം 4 മുതൽ 7 സീറ്റുകൾ വരെ എന്ന കണക്കിലേക്ക് പതിച്ചിരിക്കുന്നത്. 23% ഉണ്ടായിരുന്ന പാർട്ടിയാണ്, 10% സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിയാണ്. കാശ്മീർ റീജിയണിൽ നിന്നും മാത്രം 28 സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈക്കലാക്കുന്നു, 23% വോട്ട് നേടുന്നു, അങ്ങനെ സർക്കാർ ഉണ്ടാക്കുന്നു. ആദ്യം മുഖ്യമന്ത്രി ആരായെന്ന് അറിയാവോ? മുഫ്തി മുഹമ്മദ് സയ്യിദ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മെഹബൂബയുടെ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരിക്കുന്നു. അപ്പൊ പിന്നെ മെഹബൂബ മുഖ്യമന്ത്രിയാകുന്നു. 2018 ആ സർക്കാർ താഴത്തു വീഴുന്നു. കാരണം എന്താ?
BJP പിൻവലിക്കുന്നു അല്ലെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമല്ലോ, 2019 പുൽവാമ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ച സ്ഥലമാണ്. അതിനുശേഷം സത്യപാൽ മല്ലിക്കിന്റെ വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തലിൽ അവിടെ 40 പേരെ കൂട്ടക്കുരുതിക്ക് ഇരയാക്കുകയായിരുന്നു എന്ന സംശയം ജനിപ്പിക്കുന്ന വലിയ വെളിപ്പെടുത്തലുണ്ട്. അപ്പോൾ അതിനുശേഷം ആ വെളിപ്പെടുത്തലിന് ശേഷമാണ് 2019 ഡിസംബറിൽ റിവോക്ക് ചെയ്യുന്നത്, 370 എടുത്ത് കളയുന്നത്. ഇതിനെല്ലാം വിറ്റ്നസ് ചെയ്തതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല. കാരണം സെപ്റ്റംബറിൽ കോടതി വിധിയുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നു സെപ്റ്റംബറിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് നടത്തി സ്റ്റേറ്റ്ഹുഡ് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു ആന്റി BJP വോട്ട് നിശ്ചയമായും ജമ്മുവിലും കാശ്മീരിലും ഒരുപോലെ പോൾ ചെയ്യപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു തൂക്കു നിയമസഭയ്ക്കല്ല, വ്യക്തമായ ഭൂരിപക്ഷം ഒരു മുന്നണിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 46 മുതൽ 50 സീറ്റുകൾ വരെ ജമ്മു കാശ്മീരിൽ നേടുമെന്ന് പീപ്പിൾസ് പൾസ് പറയുന്നു. ധ്രുവ റിസർച്ച് ഹരിയാനയിലെ പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. ധ്രുവ റിസർച്ച് പ്രകാരം BJP 32 സീറ്റുകളിൽ പരമാവധി 32 സീറ്റുകളിലേക്ക് ഒതുങ്ങും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 50 മുതൽ 64 വരെ, വീണ്ടും 60 സീറ്റുകൾക്ക് മുകളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രവചിക്കുന്നു ഹരിയാനയിൽ ധ്രുവ റിസർച്ച് എന്ന് പറയുന്ന ഏജൻസി. എല്ലാ സർവേകളിലും ഹരിയാനയിൽ കോൺഗ്രസിന്റെ തേരോട്ടമാണ്. ഹരിയാനയിലെ ഡങ്കൽ BJPയെ പൂർണ്ണമായിട്ടും തറപറ്റിച്ച് കമഴ്ത്തിയിടിച്ച് ഭൂപീന്ദർ സിംഗ് കൂട അവിടെ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. വലിയ ശക്തമായ തേരോട്ടം ഹരിയാനയിൽ പൊടി പറത്തിക്കൊണ്ട് തന്നെ ഡങ്കൽ പാളയങ്ങളിൽ ശക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കോട്ടകളിൽ BJPയുടെ കടന്നുകയറ്റമുണ്ടാവുന്നു. കഴിഞ്ഞ തവണ 40 സീറ്റുകൾ നേടിയ BJPക്ക് ഇക്കുറി പകുതിയോളം സീറ്റുകൾ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. പരമാവധി 22 മുതൽ 30 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ളതാണ് ആവറേജ് BJPക്ക് പ്രവചിക്കപ്പെടുന്നത്. എന്നാൽ 60 സീറ്റിന് മുകളിൽ പ്രവചിക്കുന്നു എല്ലാ സർവേകളും. 54 മുതൽ 65 സീറ്റുകൾ വരെ നേടിയേക്കാം ഹരിയാനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിയെ കാണാനില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു, അതും 3-2 ഭൂരിപക്ഷത്തോടു കൂടി എന്നാണ് കണക്കുകൾ പറയുന്നത്.